നമുക്ക് കിണറുകളിലേക്ക് നോക്കാം എന്ന പേരിൽ ഒരു ലേഖനം ഈയിടെ മാതൃഭൂമി ദിനപത്രത്തിൽ വന്നത് വളരെയേറെ ശ്രദ്ധേയമാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ എൻവയോൺമെൻ്റൽ എക്കണോമിക്സിൻ്റെ ഡയറക്ടർ ഡോക്ടർ പി ഇന്ദിരാദേവിയുടേതാണ് ഈ ലേഖനം. നമുക്ക് കിണറുകളിലേക്ക് നോക്കാം. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരുവിധമുള്ള എല്ലാ പുരയിടങ്ങളിലും ഒന്നോ രണ്ടോ കിണറുകൾ ഉള്ളത്. കുടിവെള്ളത്തിനോ മറ്റ് നിത്യോപയോഗ ആവശ്യത്തിനോ ജലസേചനത്തിനോ ഒക്കെയായി ഈ കിണറുകൾ ഉപയോഗിക്കുന്നു. ഈ ലേഖനത്തിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടനുസരിച്ച് ഇപ്പോഴും 69% നമ്മുടെ നിവാസികൾ കൃഷിക്കും കുടിവെള്ളത്തിനുമായി ആശ്രയിക്കുക കിണറുകളെയാണ്. നഗരവാസികളോ 59% കിണറുകളെ ആശ്രയിച്ചാണ്, പ്രത്യേകിച്ച് കുടിവെള്ളത്തിന് കിണറുകളെ ആശ്രയിക്കുന്നു. ഏകദേശം 25 ലക്ഷത്തോളം കിണറുകൾ, അതിൽ കുഴൽ കിണർ ഉൾപ്പെടെയുള്ള കിണറുകൾ ഉപയോഗിക്കുന്നത് കൃഷിക്ക് വേണ്ടിയാണ്. ഈ ലേഖനത്തിൽ പ്രത്യേകമായി പറയുക, നമുക്ക് ഇത്രയും അനുഗ്രഹമായിട്ടുള്ള ഈ കിണറുകൾ സംരക്ഷിക്കുവാനും അനുദിനം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനും അത് മാലിന്യം ആകാതെ കാത്ത് സംരക്ഷിക്കുവാനുമൊക്കെയാണ്. ഈ ലേഖനത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ഡോക്ടർ പി ഇന്ദിരാദേവി ഈ ലേഖനം ഉപസംഹരിക്കുന്നത് ഇപ്രകാരമാണ്: നമുക്ക് കിണറുകളിലേക്ക് ഒന്ന് എത്തി നോക്കാം. നമ്മുടെ മുഖം അവിടെ തെളിഞ്ഞു കാണട്ടെ. കിണർ വെള്ളം കോരിക്കുടിച്ച് എന്തു മധുരമെന്നോ എന്ന് ഓതാം നാളെയെങ്കിലും. ഈ ലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ കിണറിൻ്റെ അരികത്തേക്ക് കടന്നു വരികയും അതിൽ തൻ്റെ തന്നെ ജീവിതം ഒരു കണ്ണാടിയിലെന്ന പോലെ കാണുകയും ജീവിതത്തിൻ്റെ മാധുര്യത്തിലേക്ക് തിരികെ പോയതുമായ ഒരു സംഭവം യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലുണ്ട്. ആ സമരിയാക്കാരി സ്ത്രീ പരമ്പരാഗതമായി തങ്ങളുടെ പൂർവികർക്ക് ലഭിച്ച ഈ യാക്കോബിൻ്റെ കിണറിൻ്റെ സമീപത്തേക്ക് അന്ന് നട്ടുച്ച നേരത്തേക്ക് വന്നപ്പോൾ അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയെ ഈ കിണറിൻ്റെ സമീപത്ത് കണ്ടുമുട്ടി. ഒരുപക്ഷെ അവൾക്ക് വേണ്ടി കാത്തിരുന്ന, അവളുടെ തന്നെ ജീവിതത്തെ സ്പർശിക്കുവാൻ, അങ്ങനെ ജീവിതത്തിന് തന്നെ വലിയ അനുഗ്രഹമായി തീർന്ന രക്ഷകൻ്റെ സാന്നിധ്യം അവിടെ അവൾക്ക് അനുഭവവേദ്യമായി. ഈ ഒരു സമാഗമം അവളുടെ ജീവിതത്തിൽ പരിവർത്തനത്തിൻ്റെ ഒരു അനുഗ്രഹീത മുഹൂർത്തമായി മാറി. ഈ യാക്കോബിൻ്റെ കിണർ പരമ്പരാഗതമായി അവർക്ക് ലഭിച്ചതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാം അധ്യായത്തിൽ ഈ യാക്കോബ് സ്ഥലം വാങ്ങിച്ചതിനെ പറ്റിയും, തുടർന്ന് 48-ാമത്തെ അധ്യായത്തിൽ ഇത് തൻ്റെ മരണക്കിടക്കയിൽ വച്ച് ഈ സ്ഥലം ജോസഫിന് കൈമാറുന്നതുമൊക്കെ വിവരണമുണ്ട്. അങ്ങനെ ഒത്തിരിയധികം പൂർവികരുടെ സ്മരണ അനുസ്മരിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് യാക്കോബിൻ്റെ കിണർ. യാക്കോബിൻ്റെ കിണറ്റിൻ്റെ അരികിലേക്ക് യേശു അന്ന് കടന്നു വരുന്നത് ദീർഘയാത്ര ചെയ്ത് ക്ഷീണിച്ച് അല്പം ജലം കുടിക്കുവാൻ വേണ്ടിയാണ്. ഈ സ്ത്രീയും
ആ മധ്യാഹ്നത്തിൽ ഉച്ചവെയിൽ പൊരിയുന്ന അവസരത്തിൽ ഇവളും ഈ വെള്ളം കോരാനായി കടന്നു വരുന്നു. യാക്കോബിൻ്റെ ഈ കിണർ നിൽക്കുന്ന സ്ഥാനം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ യാക്കോബ് ഒരു കല്ല് തലയിണയായി ഉപയോഗിച്ചിരുന്നതും ആ കല്ലിന്മേൽ നിന്ന് സ്വർഗം വരെ മുട്ടുന്ന ഒരു ഏണി സ്വപ്നദർശനത്തിൽ കാണുന്നതും ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നതും പോകുന്നതുമായിട്ടുള്ള ആ സ്വപ്ന ദർശനത്തെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ആ യാക്കോബിൻ്റെ സ്വപ്ന ദർശനത്തിന് സമാനമായിക്കൊണ്ട് ഇതാ ആ പൂർവപിതാവായ യാക്കോബിൻ്റെ സാന്നിധ്യം പോലെ യേശുവിൻ്റെ സാന്നിധ്യം ആ കിണറിൻ്റെ അരികിൽ. നഥാനിയേലിനോടുള്ള ആ സമാഗമ നിമിഷത്തിൽ യേശു യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാം വാക്യത്തിൽ പറയുക, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും ശിഷ്യന്മാർ കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തന്നെ പറ്റി പറയുക. ഈ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാം വാക്യത്തിലെ ഈ പ്രതിപാദ്യവും ഉൽപ്പത്തി പുസ്തകത്തിലെ 28-ാം അധ്യായത്തിലെ ആ വിവരണവും തമ്മിൽ നാം താരതമ്യം ചെയ്യുമ്പോൾ ഈ പൂർവപിതാവായ യാക്കോബിൻ്റെ സാന്നിധ്യം പോലെ തന്നെയാണ് അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യം ഈ കിണറിൻ്റെ അരികിൽ യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നത്. അങ്ങനെ ആ പൂർവികർ സ്മരണകൾ അയവിറക്കുന്നതോടൊപ്പം തന്നെ ഈ സമറിയാക്കാരി സ്ത്രീക്ക് യേശുവുമായുള്ള ആ സംസാരത്തിൻ്റെ അന്ത്യത്തിൽ ജീവിതത്തിൽ തന്നെ വലിയ ഒരു അനുഗ്രഹമായി മാറുകയാണ്. യേശു യഥാർത്ഥത്തിൽ അവളോട് ചോദിക്കുക, എനിക്ക് അല്പം കുടിക്കാൻ ജലം തരിക എന്നാണ്. പക്ഷേ യാക്കോബ് കുടിച്ച ആ കിണറ്റിൻ്റെ കരയിൽ ആ പൂർവപിതാവിൻ്റെ തുടർച്ചയായി പൂർണ്ണതയായി യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളപ്പോൾ അങ്ങനെ മൗലികമായ ജലം യാക്കോബ് കൊടുത്തതുപോലെ ഈ പുതിയ അന്തരീക്ഷത്തിൽ അനുഭവത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം വഴി ജീവൻ്റെ ജലം പകർന്നു കൊടുക്കുവാൻ അപ്രകാരമുള്ള ഒരു അവസ്ഥയിലേക്ക് കൈ പിടിച്ച് ഉയർത്തുവാൻ യേശു അവിടെ സമീപസ്ഥനാണ്. കിണറ്റിൻ്റെ വെള്ളത്തെ കവച്ചു വയ്ക്കുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് ദാഹം ശമിപ്പിക്കുന്നുതകുന്ന ജീവജലത്തിൻ്റെ സാന്നിധ്യത്തിലേക്കാണ് ക്രിസ്തു അവിടെ വെച്ച് ഈ സമരിയാക്കാരിയോട് പറയുക. അവിടെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രക്ഷകനെ സമരിയാക്കാരി സ്ത്രീ കണ്ടുമുട്ടുന്നു. ഒരു ലേഖനത്തിൽ ഈ കിണറ്റിൻ കരയിൽ കാത്തിരിക്കുന്ന യേശുവിനെ പറ്റി വിവരിക്കുമ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ പറയുക, ഓരോ ദേവാലയത്തിലെയും കുമ്പസാരക്കൂട് അതിന് സമാനമാണെന്നാണ്. ഓരോ കുമ്പസാരക്കോടും ഈ നിത്യജീവൻ്റെ അനർഘമായ ജലത്തിൻ്റെ സ്രോതസ്സായ ഈ കിണർ പോലെ യേശുവിൻ്റെ സാന്നിധ്യമാണ് ഓരോ കുമ്പസാരക്കൂടിലും നാം കണ്ടുമുട്ടേണ്ടത്. അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രക്ഷകനുണ്ട്. അവിടെ സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധം പുനർസ്ഥാപിക്കപ്പെടുകയാണ്. എല്ലാം തുറന്നു പറയുമ്പോൾ, ആ രക്ഷകൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ അവിടെ അനർഘമായ ജീവജലത്തിൻ്റെ ധാര നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി കോരിക്കൊണ്ട് കുളിർ പകർന്നുകൊണ്ട് കടന്നു വരുന്നു. ലോകത്തിൻ്റെ ഈ മായാവലയങ്ങളിൽ നിന്നെല്ലാം നമ്മെ സാവധാനം കൈപിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ദാഹാർത്തനായ യേശുവിനെ, ക്രിസ്തുവിനെ സമരിയാക്കാരി കണ്ടുമുട്ടുമ്പോൾ
യേശു പറയുക, എനിക്ക് അല്പം ജലം തരിക എന്നാണ്. കാൽവരി മലയിലെ കുരിശിൽ ഇതേപോലെ തന്നെ ക്രിസ്തു ഉച്ചത്തിൽ നിലവിളിക്കുന്നതും നമുക്ക് കാണാനാകും. ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ്. ക്രിസ്തു ഈ കുരിശിൽ കിടന്ന് ദാഹിക്കുക, അല്പം ജീവജലത്തിന് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ആ സ്നേഹവും സാന്ത്വനവും ജീവിതത്തിൻ്റെ പരിവർത്തനവുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വിശുദ്ധയായ കൽക്കട്ടയിലെ മദർ തെരേസയുടെ എല്ലാ കോൺവെൻറ്റുകളുടെയും കപ്പേളകൾ സാധാരണ രീതിയിൽ വളരെ ലളിതമായ രീതിയിലാണ് മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റുകളുടെ കപ്പേളകൾ. വലിയ ഒരു ക്രൂശിത രൂപം, വെള്ളി നിറത്തിലോ സ്വർണ്ണ നിറത്തിലോ ഉള്ള സക്രാരി, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു രൂപം. ഈ വലിയ കുരിശിൻ്റെ സമീപത്തായി ഈ വാക്യം ഉല്ലേഖനം ചെയ്തിരിക്കുന്നു, ഐ തേഴ്സ്റ്റ്. വടക്കേ ഇന്ത്യയിൽ ചെന്നാൽ ഹിന്ദി ഭാഷയിൽ മേം പ്യാസാഹും, അല്ലെങ്കിൽ കേരളത്തിലുള്ള അവരുടെ സന്യാസിനി ഭവനങ്ങളിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന വചനം. വളരെയേറെ ശ്രദ്ധേയമാണ് മദർ തെരേസ ഈ വാക്യത്തെ പറ്റി പറയുക. നമുക്ക് വേണ്ടി ദാഹാർത്തനായി കഴിയുന്ന യേശുവിനെയാണ് നമ്മുടെ കുരിശിൽ നാം ദർശിക്കേണ്ടത്, ഓരോ കപ്പേളകളിലും നാം ദർശിക്കേണ്ടത് എന്ന് മദർ തെരേസ വ്യക്തമാക്കുന്നു. പരമ്പരാഗതമായി ഈ ദൈവത്തിൻ്റെ ദാഹത്തേക്കാൾ കൂടുതൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം 43-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ജീവനുള്ള ദൈവത്തിനായി ഞാൻ ദാഹിക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വ്യാഖ്യാനമാണ് നാം കാണുക. അല്ലെങ്കിൽ വിശുദ്ധ അഗസ്തീനോസിനെ ഉദ്ധരിച്ചുകൊണ്ട്, എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു, അങ്ങേ കണ്ടുമുട്ടുന്നതുവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് എന്നുള്ള ഇതുപോലുള്ള പരമ്പരാഗത വ്യാഖ്യാനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് വിശുദ്ധയായ മദർ തെരേസ ഈ ഒരു എനിക്ക് ദാഹിക്കുന്നു എന്ന വാക്യം അവരുടെ കോൺവെൻറ്റുകളിൽ, കപ്പേളുകളിൽ എഴുതി ചേർത്തതിൻ്റെ പിന്നിൽ ഉള്ള വ്യാഖ്യാനം. മദർ പറയുക, മനുഷ്യന് വേണ്ടിയുള്ള ആ ദൈവത്തിൻ്റെ കാത്തിരിപ്പ്, ദൈവത്തിൻ്റെ ദാഹം, അതാണ് നാം അതിൽ നിന്ന് കാണേണ്ടത്. വ്യക്തിപരമായി തന്നെ ഈ എനിക്ക് ദാഹിക്കുന്നു എന്ന ക്രിസ്തുവിൻ്റെ വാക്യം നാം ഓരോരുത്തരും പ്രത്യേകമായി പരിഗണനയിൽ എടുക്കണമെന്നും മദർ പല പ്രാവശ്യം സിസ്റ്റേഴ്സിനോട് എഴുതുകയും തൻ്റെ പ്രഭാഷണങ്ങളിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്തു നമ്മുടെ സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം കാണുക, യേശു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള പടയാളികൾ ചെയ്യുക, വിനാഗിരിയിൽ കുതിർത്ത നീർപ്പഞ്ഞിയെടുത്ത് ഒരു ഹിസോപ്പ് ചെടിയിൽ മുക്കി അതിൻ്റെ അറ്റത്ത് വച്ച് ചുണ്ടോട് അടുപ്പിച്ചു കൊടുക്കുന്നു. ഈ ഒരു ശാരീരികമായ ദാഹത്തേക്കാൾ കൂടുതൽ യേശുവിൻ്റെ ദാഹം നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹത്തിനായി, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പരിവർത്തനത്തിനായി ആണ് എന്ന് മദർ തെരേസ വ്യക്തമാക്കുന്നു. മാത്രമല്ല, യേശു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരോടുമുള്ള വ്യക്തിപരമായ ഒരു സന്ദേശമാണ്. അലക്സ്, എനിക്ക് ദാഹിക്കുന്നു. മേരി, എനിക്ക് ദാഹിക്കുന്നു. അഗസ്റ്റിൻ, എനിക്ക് ദാഹിക്കുന്നു. ആൻ്റണി, എനിക്ക് ദാഹിക്കുന്നു. ആനി, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മോട് ഓരോരുത്തരോടുമുള്ള പേര് ചൊല്ലി വിളിച്ച് നമുക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ ദാഹമാണെന്ന് മദർ തെരേസ ഈ ഒരു വാക്യം തങ്ങളുടെ കോൺവെൻറ്റ് കപ്പേളകളിൽ ഉല്ലേഖനം ചെയ്തതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യക്തമാക്കുക,
നിൻ്റെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി, നിൻ്റെ ആത്മസമർപ്പണത്തിനു വേണ്ടി ഞാൻ ദാഹിക്കുന്നു. നിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്കോടുള്ള കാരുണ്യത്തിനു വേണ്ടി, മറ്റുള്ളവർക്ക് നൽകേണ്ട പരിഗണനയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് സമൂഹത്തിൽ നൊമ്പരപ്പെടുന്ന, പ്രയാസമനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നീ കാണിക്കേണ്ട ആ ആത്മീയ ദാഹം, അതിനെപ്പറ്റി കൂടെയാണ് വ്യക്തമാക്കുന്നതെന്ന് മദർ തെരേസ വിവരിക്കുന്നുണ്ട്. മദർ തെരേസ തന്നെ സിസ്റ്റേഴ്സിന് എഴുതിയ ആ വിവരണത്തിൽ പറയുന്നു, വി ഹാവ് ദീസ് വേർഡ്സ് ഇൻ എവറി ചാപ്പൽ ഓഫ് MCs ടു റിമൈൻഡ് us വാട്ട് ആൻ MC is here for. എന്തിനു വേണ്ടി ഒരു ചാരിറ്റി മിഷണറി അല്ലെങ്കിൽ ഉപവിയുടെ സഹോദരൻ സഹോദരി ഈ ലോകത്തിലായിരിക്കണമെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഈ ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു എന്ന് വ്യക്തമായിട്ടുള്ളതെന്ന് മദർ വിവരിക്കുന്നുണ്ട്. പറയുന്നത് ഇതാണ്, മദർ തെരേസ ഫോക്കസ്ഡ് ടു എക്സ്പ്ലെയിൻ ഗോഡ്സ് തേഴ്സ്റ്റ് ഫോർ ഈച്ച് വൺ ഓഫ് us. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിൻ്റെ ദാഹം വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഇത് വിവരിക്കുന്നതെന്ന്. മദർ തന്നെ പറയുന്നു, ഹാവ് വി എക്സ്പീരിയൻസ്ഡ് ഹിസ് തേഴ്സ്റ്റ്. ഈ കർത്താവിൻ്റെ ദാഹം നാം ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ടോ? ജീസസ് കെയിം ഇൻ ടു ദിസ് വേൾഡ് ടു ഡ്രോ സോൾസ് ക്ലോസ് ടു ഹിസ് ഫാദർ. തൻ്റെ ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് ആത്മാക്കളെ അടുപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഈ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് കുരിശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോഴുള്ളത്. ജസ്റ്റ് തിങ്ക്, ഗോഡ് ഈസ് തേഴ്സ്റ്റിംഗ് ഫോർ യു ആൻഡ് ഫോർ മീ ടു കം ഫോർവേഡ് ടു സച്ചിയേറ്റ് ഹിസ് തേഴ്സ്റ്റ്. ഈ ക്രിസ്തുവിൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരാൻ ഉള്ള ക്ഷണമാണ് യേശു കാൽവരി മലയിൽ കുരിശിൽ കിടന്ന് പറയുക. ഇപ്രകാരം തന്നെ ഈ സാധു സ്ത്രീ, സമരിയാക്കാരി സ്ത്രീ അന്ന് കിണറ്റിൻകരയിൽ കടന്നു വരുമ്പോൾ യേശു പറയുക, നീ എനിക്ക് കുടിക്കാനായി ജലം തരിക, എനിക്ക് ദാഹിക്കുന്നു എന്ന് വ്യക്തമാക്കുമ്പോൾ ഈ സ്ത്രീയുടെ ജീവിതത്തിലുള്ള ഒരു പരിവർത്തനം, അവളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി, പരിപാവനമായ പുതിയൊരു പാതയിലൂടെയുള്ള ജീവിത മാറ്റം, ജീവിതത്തിന് വേണ്ട പരിവർത്തനം, അതുകൂടെയാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സാവധാനം ഈ ശാരീരികമായ ദാഹം ശമിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവളെ ക്രിസ്തു കൈപിടിച്ചുയർത്തുക, അവളുടെ തന്നെ ജീവിതത്തിൻ്റെ മാറ്റത്തിലേക്കും ആ വിശ്വാസ വളർച്ചയിലൂടെ അവളുടെ ജീവിതം സമ്പൂർണമായി മറ്റുള്ളവരിലേക്ക് തിരിക്കുവാനും ഈ വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി കൂടെയാണ്. ഫാദർ ബോബി ജോസ് കട്ടിക്കാട്ടിൻ്റെ ഈ ഒരു പുതിയ പുസ്തകം ഓർഡിനറി എന്ന പുസ്തകത്തിൽ വളരെ ശ്രദ്ധേയമായി ഈ സമരിയക്കാരി സ്ത്രീയിൽ ഉണ്ടായ ഈ ആത്മീയമായ യാത്ര, ഈ പുതിയ ഒരു ജീവിത പരിവർത്തനത്തെപ്പറ്റി വിവരിക്കുന്നത് ശ്രദ്ധേയമാണ്. മതാത്മക ജീവിതത്തിൻ്റെ കിണറ്റിൻ ചുവട്ടിൽ നിന്ന് ആത്മീയതയുടെ വറ്റാത്ത ഉറവയിലേക്ക് നരജന്മത്തെ കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു യേശുവിൻ്റെ അവതാര ധർമ്മം. ഉച്ചവെയിലിൽ കിണറിൻ്റെ വക്കത്തെത്തിയ ആ സമരിയാക്കാരിയുടെ ജീവിതത്തെ അവിടുന്ന് അടിമുടി പ്രകാശിപ്പിക്കുന്നത് കണ്ടില്ലേ? ആരംഭത്തിൽ അവൾ കിണറിനെക്കുറിച്ച് പറയുന്ന ഹുങ്ക് ശ്രവിക്കുക, യാക്കോബിനോളം പുരാതനവും വളരെയേറെ ആഴമുള്ളത്, അതൊക്കെ ശരിയാണ്. പക്ഷേ കിണറുകൾക്കൊരാളെ അധികകാലം സഹായിക്കാനാവില്ല. ആത്മീയതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ 4 സൂചനകൾ കാട്ടിക്കൊടുത്താണ് ക്രിസ്തു അവളുടെ പ്രാണനെ രൂപാന്തരീകരിക്കുന്നത്. ഒന്ന്, അവളോട് വ്യക്തമാക്കുക അവൾ ആരാധിക്കുന്ന ദൈവത്തെ പറ്റിയുള്ള യഥാർത്ഥമായ സങ്കല്പത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. 2, അവളുടെ ജീവിതത്തിൽ ഒരു വിശാലമായ കാഴ്ചപ്പാട്. അവൾ ആദ്യം ചോദിക്കുക, നീ മറ്റൊരു ജാതിയിൽപ്പെട്ടവനല്ലേ, യഹൂദനല്ലേ,
യഹൂദൻ ഈ ഒരു സമരിയാക്കാരിയോട് വെള്ളം ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയുള്ള വ്യാഖ്യാനത്തിൽ നിന്ന് അവളെ കൊണ്ടുവരിക വിശാലമായ ഒരു സ്നേഹത്തിൻ്റെ, മറ്റുള്ളവരോടുള്ള കാരുണ്യത്തിൻ്റെ, മറ്റുള്ളവർക്ക് നൽകേണ്ട സാന്ത്വനത്തിൻ്റെ ഒരു പുതിയ അനുഭവത്തിലേക്കാണ് പോകുന്നത്. മൂന്നാമതായി, ജീവിതത്തിൻ്റെ നിഷ്കളങ്കതയിൽ പഴയകാല ജീവിതത്തിൻ്റെ പോരായ്മകളും പാപങ്ങളുമെല്ലാം അകറ്റിക്കൊണ്ട് ഈ ഒരു നിഷ്കളങ്കമായ നിർമ്മലമായ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്കാണ് ഈ സ്ത്രീയെ ക്രിസ്തു കൂട്ടിക്കൊണ്ടുപോകുക. നാലാമതായി, സ്വന്തം ജീവിതത്തിൻ്റെ പുതിയ നിലപാടുകൾ, പുതിയൊരു ജീവിതം തന്നെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി കൂടെ അവളെ ഒരുക്കുന്നു. അങ്ങനെ ബോബി ജോസ് അച്ഛൻ പറയുക, ജീവിതത്തിൻ്റെ നിഷ്കളങ്കതകളെ തിരികെ പിടിക്കുക എന്നത് ഒടുവിലത്തേതും. അറിവും സ്നേഹവും നിലപാടും നിഷ്കളങ്കതയും സ്വന്തം ജീവിതത്തിലേക്ക് തിരികെ പിടിച്ച ആ സ്ത്രീ തൻ്റെ കുടം പോലും അവൻ്റെ പാദങ്ങളിൽ വച്ചിട്ട് ശിരസ്സുയർത്തി നടന്നു പോകുമ്പോൾ ക്രിസ്തു തന്നോട് തന്നെ പറഞ്ഞു, ചിലർ കരുതുന്നു കൊയ്ത്തിന് ഇനിയും കാലമുണ്ടെന്ന്. അല്ല, ഇപ്പോൾ തന്നെ കൊയ്ത്ത് ആരംഭിച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു പരിവർത്തനത്തിൻ്റെ മുഹൂർത്തം ഇവിടെ തുടങ്ങുന്നു എന്നുള്ള വലിയ ഒരു യാഥാർത്ഥ്യമാണ് ഈ സമരിയാക്കാരി സ്ത്രീയുമായുള്ള യേശുവിൻ്റെ ഈ യാക്കോബിൻ്റെ കിണറിന് സമീപത്ത് വച്ചുള്ള ഈ സമാഗമത്തിൽ വ്യക്തമാക്കുക. ക്രിസ്തു നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ കുമ്പസാരക്കൂടും രക്ഷകൻ്റെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന രക്ഷകനെ നമുക്ക് അവിടെ ദർശിക്കാനാകും. നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തനം തുടങ്ങേണ്ടത് ആ യേശുവിൻ്റെ ദാഹത്തിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിന് പുതിയ ഒരനുഭവം ഉണ്ടാകാൻ, നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ വരുവാൻ, ജീവിതത്തിൻ്റെ നൈർമല്യം, നിഷ്കളങ്കത തിരിച്ചറിഞ്ഞ് ജീവിതം കൂടുതൽ സാന്ത്വനത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ അനുഭവമായി മാറാൻ യേശു നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാനാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കാൽവരി മലയിലെ കുരിശിൽ ഉച്ചത്തിൽ കരഞ്ഞ് അപേക്ഷിക്കുക ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിനു വേണ്ടി ദാഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം നിറയുവാൻ ദാഹിക്കുന്നു. ആ യേശുവിനെ പോലെ ഞങ്ങളുടെയും ജീവിതം സമർപ്പിക്കുവാൻ വേണ്ടി ദാഹിക്കുന്നു. ആ ദാഹത്തിൻ്റെ വില തിരിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ ദാഹം മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതം തിരിച്ചുവിടുവാൻ അനുഗ്രഹിക്കണമേ. സമരിയാക്കാരി സ്ത്രീക്കുണ്ടായ അതേ ജീവിത മാറ്റം, പരിവർത്തനം ഞങ്ങൾക്കുമുണ്ടാകുവാൻ ഇടയാക്കണമേ. അങ്ങനെ അർത്ഥം നൽകുന്ന ആ ജീവജലത്തിലേക്ക് ഞങ്ങളും കടന്നു വരുവാൻ വേണ്ട കൃപാവരം തരയണമേ. പ്രിയമുള്ളവരെ, നട്ടുച്ച നേരത്ത് കിണറിൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന ആ സ്ത്രീയെപ്പോലെ നമ്മെ കാത്തിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് സമീപിക്കാം. അനുരഞ്ജനമെന്ന കൂദാശയിലൂടെ, കുമ്പസാരത്തിലൂടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ പാത കണ്ടെത്തുവാൻ നമുക്ക് വേണ്ടി ദാഹാർത്തനായി കാത്തിരിക്കുന്ന രക്ഷകൻ്റെ ആ സ്നേഹവലയത്തിലേക്ക് തിരികെ പോകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.